9-ാം തീയതി കടലായി ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുസന്നിധിയിൽ വൈശാഖ മഹാത്മ്യം പാരായണം ചെയ്യുകയാണ്. 29 നാളെയോടുകൂടി വൈശാഖ മാസം സമാപ്തിയാവുകയാണ്. നാളെ രോഹിണിയുമാണ്. രോഹിണിയായിട്ട് ഭഗവാന്റെ തിരുസന്നിധിയിൽ നാരായണീയ സമ്പൂർണ്ണ പാരായണം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട് ധ്യാനശ്ലോകം. ഹരിശ്രീ ഗണപതയേ നമഃ. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരി ദേവകീ സുധാ ജയ. ഉത്തരം തിരുനാമ കീർത്തനം ചൊല്ലി വന്നു ഉത്തമ കിളിപ്പെണ്ണി ശുദ്ധമാനസേ ബാലേ. പുത്തന്തീൻ പഴം പഞ്ചസാരയും ഇളനീരും ചിത്തകൗതുകത്തോടു ഭുജിച്ചു വസിച്ചു നീ. ഗൂഢരാജ്ഞങ്ങൾക്കെന്നും കൂടാതെ വിരവോടു ഗൂഢമാം മോക്ഷമാർഗം ഉപദേശിച്ചിടണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ വൈശാഖ മഹാത്മ്യം 29-ാം അധ്യായം. അത നവവിംശോധ്യായഃ. ശുചിവചനമതകഥയ തനയ വിരവോടിനി ശുദ്ധമുനി പത്മബന്ധുവാക്യം കേട്ടു ദുരിതമൊഴിയും ഇഹ കാതരം സത്യനിജോക്തിയും ചൊല്ലിനാൻ തൽക്ഷണേ. തവമൊഴികൾ ബ്രാഹ്മണർ ജീവിതം സമ്മതമല്ലിടോ. അരികനിജ സുഹൃത വരും അധിക ദുഃഖവും അന്യദുഃഖായ സംഭവിച്ചിരണം. അറിവുടയ സുജനമിതി സതതമിക ചെയ്യുന്നു അത്ഭുതമാരറിയുന്നു ബുധം. ദിവസകര നദിരസഭ നയനമതു കാൺകനീ ദീനരായിടും ജനമല്ലായികിലോ. ശൃണു തുഹിന കിരണ നിത പവനഗതിയും കാൺ കാലം പരോപകാരം നിനച്ചല്ലയോ. ഗഗനഗനഗതികളിക പശു തുളസി ചന്ദനം ദാരുവൃന്ദാദി സമസ്തവും പാർക്കിലോ. അമരശുചമൊഴിവതിനു സുഗമതിതീജിതൻ അസ്ഥി കൊടുത്തു മരിച്ചു ദയാവശാൽ. ശിബി നൃപതി നിജ വപുഷി ശരണഗത രക്ഷയാ സൈന്യനു ഗണ്ണിച്ചു മാംസദാനം ചെയ്തു. ജഗതി ബുധജനമഖിലം അധികരുണയാത്മവാൻ ഈ മൂതവാഹനാവസ്ഥ കേൾക്കില്ലയോ. ശ്വസനനിക സകല ദിശി ഭവതി കില വർഷവും ശുദ്ധമശുദ്ധവും നോക്കുമാറില്ലടോ. സപതിശുനിയുടെ കലുഷം അധികമവ പുണ്യേന സാദരമുദ്ധരിക്കുന്നതുമുണ്ടു ഞാൻ. ദിവസകരനെയും അമല സാക്ഷിയാക്കി സീത ദ്വാദശി നാജപമന്ത്രപുണ്യം ചുനി. തനേനുടെ സവിധം ഭുവി മുനി വാന്ത നിന്നുടൻ തന്നേനഹമെന്നു തന്നേനരുൾ ചെയ്തു. അതു സമയമവ സരമനിജ വിഭുഷി നിന്നുടൻ അത്ഭുതമായ രൂപം ധരിച്ചിടിനാൾ. ദിവസകര ശിശുകിരണ രുചികലര മങ്കന ദിവ്യാംബരാഭരണാലങ്കൃതാംഗിയായി മുനിചരണ യുഗളമത തൊഴുതൊഴുകാതരാൽ മൗനാനുവാദീന പോയാൾ മനോഹരി. നരതിലക പുനരവളെ മനസ്സി കുതുകാൽപുര നാരായണ മൂർത്തി ശക്രനു നൽകിപോൽ. സുഹൃതനിധി സുമുഖിയവൾ സുരജന പരാത്രിത സുന്ദരിയായിടും ഉർവശി പോലവൾ. കമല സുഹൃദ് അവനിസുത സുരതിലക രസിത താലേ കല്യാകാദശി മുഖ്യമായുള്ളതോ. ഇതിമതിലധിക ശുഭതിഥികളിക മൂന്നുമണ്ടിടഴും പേരന്ത്യ പുഷ്കരീണി എന്നും. അവർകളുടെ മഹിമ ശൃണു ഗുണനിധി ത്രയോദശി ആഖ്യാ ചതുർദശി പൂർണ്ണമാവും തഥാ. അതിൽ പ്രഥമം അതിലത വിഭുതജനമാതരാൽ അമ്പോടു സേവയാ ശുദ്ധി നൽകും നൃണാം. ചതുർദശിയെ ഭജിപ്പവർക്കു വിശുദ്ധി യജ്ഞമേകീടും ചാരുതീർത്ഥങ്ങളും പൂർണ്ണമായി കേൾക്കനീ.
അഘമഖിലമപഹരതി പവനനിയും പുരാ അത്രാമൃത മേഘാദശീ ദിനേ ധനുജകുലമദനനദ ബഹുകരുണയാ ഹരി ദ്വാദശി നാളതു പാലനവും ചെയ്തു വരദിനം അമരപതി സുഖമൊടു ഭുജിപ്പിച്ചു വൈശാഖ ശുഭത്രയോദശി നാൾ സഖേ അസുരകുലമഹരണ തരണമതു കേൾക്കിടോ അത്ഭുതമായ ചതുർദശി നാളഹോ പുതുമലരിൽ ഉദിത മധുരമണ കൃപയാപരം പൂർണിമായാം സുര സാമ്രാജ്യ സിദ്ധിയും അമൃതകുലമഖിലമതി സുഖതരമനുഗ്രഹം അമ്പോടു നൽകിനാനേവരും കൗതുകാൽ നരനിവഹമതി സുഭദതിഥികളിവ മൂന്നിലും സ്നാനവും ചെയ്തു സേവിച്ചാലവരുടെ കലുഷഗണമകലുമിതി വിധിഹരിശരാദികൾ കൽപ്പിച്ചു കണ്ടതു സത്യമെന്നോർക്ക നീ പുനരിനിയും അധികയതിയൊരു തരുണി പായസം പൂർണിമായം ഭൂദേവനു നൽകിനാൾ മുകൾ പെരുകി അഴകിനോട് ഗുണഗണ സമേതനാം പുത്രനുണ്ടാകുമെന്നു സിദ്ധമല്ലോ ഭൂമി വിഷുതിഥി സമമവനി സുരഗൃഹ കുടുംബിനാം ദദ്യന്നദാനാൽ മഹാബലം സിദ്ധിതം ഗതിമിതു കളനറിക സുഗമമലതര പൂർണിമ അധ്യായമോ നിരൂപത്തൊമ്പതോദിനെ ഓം തത് ഇതി വൈശാഖമഹാത്മ്യേ നവവിംശോऽധ്യായः സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അടുത്തതായി ശ്രീകൃഷ്ണൻ്റെ തിരുസന്നിധി 29-ാമത്തെ അധ്യായം സമർപ്പിക്കും. ഓം ശ്രീകൃഷ്ണായ നമഃ.